ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ പോക്സോ ആക്ട് വരുന്നതിന് മുമ്പാണ്. അപ്പം ഒരു ദിവസം ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന്, അത് 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 13 വയസ്സ്. അതിനെ അതിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ അബ്യൂസ് ചെയ്യുകയാണ്, പോക്സോ ആക്ട് വരുന്നതിന് മുമ്പ്. കൗൺസിലറിൻ്റെ കേസ് ഡയറി എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ദിവസം ഒരു കുട്ടി വന്നിട്ട് പറയുന്നു, അത് പ്രായപൂർത്തിയായ അന്ന് തൊട്ട് അതിൻ്റെ അച്ഛൻ അതിനെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ 3-4 കുട്ടികളുണ്ട് ഈ വീട്ടിൽ, പട്ടിണിയാണ്, അയാൾ വേറെ പോയാൽ അങ്ങേരിട്ട വിത്തല്ലേ അങ്ങേരെ അനുഭവിച്ചോട്ടെ. പക്ഷെ ഇതെല്ലാം അവനെന്തോ പ്രശ്നം, അവൻ പഠിക്കുകയൊക്കെ ചെയ്യുമല്ലോ, ക്ലാസ്സിൽ പഠിക്കും, നല്ല കൊച്ചു, എന്തോ പ്രശ്നം. അത് മാം, അത് കോൺഫിഡൻഷ്യൽ. ആ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, 99% ടീച്ചേഴ്സും പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ 1% ആളുകൾ അവരുടെ ഈഗോ ട്രിഗർ ആവും. 3 ദിവസത്തിൽ കൂടുതൽ പട്ടിണി കിടന്നാൽ പിന്നെ 4ാമത്തെ ദിവസം ഭക്ഷണം മുന്നേ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊക്കെ പച്ച മനുഷ്യർ മാത്രമാവും. അങ്ങനെ ഒരു പ്രദേശത്തായിരുന്നു ഞാൻ 7 വർഷം വർക്ക് ചെയ്തത്. കോടതി വിളിച്ചപ്പോഴത്തേക്കും ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. അതിന് 18 വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു. ഇത് നല്ല കൊച്ചായിരുന്നപ്പോൾ നടന്നതാ. കോടതി കേസ് വിളിച്ച് കാലതാമസം. ആണുങ്ങൾക്കില്ലാത്ത എന്ത് കന്യകാത്വം, എന്ത് പാതിവൃത്തിയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ പിന്നെ അവരെ നമ്മൾ മോറൽ സയൻസ് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. പക്ഷേ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോഴേ ആദ്യം മുഖം ചുളിക്കുന്നത് പാരൻസും ടീച്ചേഴ്സും ഒക്കെ തന്നെ. മാം ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോയിട്ട് ഒരുപാട് കൗൺസിലിങ്ങും സെഷൻസും ഒക്കെ എടുക്കുന്ന ഒരാളാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പണ്ടൊന്നും നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ മെന്റൽ ഹെൽത്തിനെ പറ്റി ക്ലാസ്സസ് എടുക്കുകയോ അവരെപ്പറ്റി പറയുന്ന ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. പക്ഷെ എന്നിരുന്നാലും വേണ്ടത്ര രീതിയിൽ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് ജസ്റ്റ് ആസ് നമ്മൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നോക്കുന്ന പോലെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ? ഇപ്പം എല്ലാ സ്കൂൾസിലും കോളേജസിലും കൗൺസിലേഴ്സും ഉണ്ട്. MSc സൈക്കോളജി കഴിഞ്ഞ ഉടനെ തന്നെ അപ്പോയിൻമെൻറ്റ് കൊടുക്കും. പക്ഷേ അത് പ്രോപ്പറായിട്ടാണോ റൺ ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൗൺസിലിങ്ങിൽ നമുക്ക് ബേസിക്കായിട്ട് അധ്യാപകരുമായിട്ട് നല്ല റാപ്പോ വേണം. എന്നാലേ കുട്ടികളുടെ കാര്യങ്ങളിൽ നമുക്ക് ഹെൽപ്പ് വേണം. പക്ഷേ അതോടൊപ്പം തന്നെ കൗൺസിലറിൻ്റെ കേസ് ഡയറി എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യേണ്ട സാധനമാണ്. അവിടെ ഇപ്പോൾ ഒരു കൗൺസിലറിനെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ, ഇപ്പം എല്ലാവരും ഡോക്ടറേറ്റ് ഒക്കെ, ഇപ്പം ബയോളജിയിൽ ഡോക്ടറേറ്റ് ഉണ്ട്, ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ്, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഒരു ക്യാമ്പസിനകത്ത് നിൽക്കുന്നവർ. അവരെല്ലാം പീക്കിൽ നിൽക്കുന്നവരായിരിക്കും. പക്ഷേ കൗൺസിലർ വരുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, 99% ടീച്ചേഴ്സും പോസിറ്റീവായിട്ട് എടുക്കുമ്പോഴും 1% അവർ നോക്കുന്നത്, ഞങ്ങളൊക്കെ ഇത്രയും വർഷം ഇവിടെ നിന്നതാണ്, ഇപ്പോൾ ഒരു കൗൺസിലർ വന്ന് ഓക്കെ നിന്നോ, പക്ഷേ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ മതി. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ വരുവാണെങ്കിൽ അവർ നോക്കും. പോയി കഴിയുമ്പോൾ എന്ത് വരുന്നു അവന് പ്രശ്നം, അവനെന്തോ പ്രശ്നം, അവൻ പഠിക്കുകയൊക്കെ ചെയ്യുമല്ലോ, ക്ലാസ്സിൽ പഠിക്കും, നല്ല കൊച്ചു, എന്തോ പ്രശ്നം. അത് മാം, അത് കോൺഫിഡൻഷ്യൽ. ആ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, 99% ടീച്ചേഴ്സും പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ 1% ആളുകൾ അവരുടെ ഈഗോ ട്രിഗർ ആവും. ഇവിടെ അങ്ങനെ കോൺഫിഡൻഷ്യാലിറ്റി ഒന്നും പറ്റത്തില്ല. ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളതൊക്കെ മതി കൗൺസിലർ. നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പറയരുത്, എന്ത് വന്നാലും പറയരുത്. പക്ഷെ അവിടെയാണ് പൊള്ളുന്ന പ്രശ്നത്തിൻ്റെ മർമ്മഭാഗം. അത് പക്ഷേ നമ്മളെ അപ്പോയിൻറ്റ് ചെയ്യുന്നവർക്ക് അറിയണമെന്നില്ല. ഞാൻ ആ പ്രശ്നം കൊണ്ടാണ് 2025 ആയപ്പോഴത്തേക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ കൗൺസിലിംഗ് ഞാനങ്ങ് നിർത്തി. കാരണം കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് 99% അധ്യാപകരും മാനേജ്മെൻറ്റും സപ്പോർട്ട് ചെയ്താൽ പോലും അവിടെ 1% മതി. പക്ഷെ അവർ വളരെ ടോക്സിക്, ഈ പറയുന്ന പോലെ ആ വേർഡ് തന്നെ വരണം, വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കും. കാരണം സമൂഹവുമായിട്ട് ഭയങ്കര, അവർക്ക് 2 മുഖവും കാണും. അപ്പം സമൂഹവുമായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കും. പക്ഷെ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈഗോ വരുന്നത്. അവർ നോക്കുമ്പോൾ വെറും ഒരു കൗൺസിലർ, അവർക്ക് എന്തുകൊണ്ട് ഫയൽ തന്നൂടാ, ഈ ക്യാമ്പസിലെ കുട്ടികളെ എല്ലാം ഞങ്ങൾ കാണുന്നത്ര നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ അവർ പറയുന്നത് ഏറ്റവും നല്ല കുഞ്ഞായിരിക്കും, ആ വീട്ടിൽ അവർക്കുണ്ടായ ഏറ്റവും മോശം അനുഭവമായിരിക്കും, അവരുടെ വീട്ടിലെ ഏറ്റവും മോശം അനുഭവമായിരിക്കും.
അത് എനിക്കും സ്റ്റാർട്ടിങ്ങിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സ്കൂളിൽ ചെന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ആ സ്കൂളെന്ന് വെച്ചാൽ ആ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടായിസവും പിന്നെ ഇത് മറ്റേ പീഡനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തെ സ്കൂളാണ്. അപ്പോൾ തന്നെ അവിടെ വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയും അവരുടെ സാമ്പത്തിക നിലവാരവും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അവിടെ ഒരു കുട്ടിയെടുത്ത് ഞാൻ ചോദിച്ചു, കുറേ കുഞ്ഞുങ്ങളിങ്ങനെ അടുത്ത് വന്ന് എൻ്റെയും ഈ ഒരു പ്രദേശത്തെ ആദ്യത്തെ ഒരു അനുഭവമാണ്. ഞാനിങ്ങനെ ചോദിച്ചു, ഓരോ കുട്ടികൾക്ക് എന്താവാൻ ആഗ്രഹം, എന്താവാനാ ചെയ്യും. ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് ഏതെങ്കിലും ഒരു ജോലി മതി, പക്ഷേ വയറ് നിറച്ച് എനിക്ക് അപ്പവും മുട്ടക്കറിയും തിന്നണം. അപ്പം ഞാൻ ചോദിച്ചു, മോളെ എനിക്കാണെങ്കിൽ ഞാനിങ്ങനെ അതിന് മുമ്പുള്ള സ്കൂൾസൊക്കെ ഇങ്ങനെ ആലോചിക്കുക. കോളേജിൽ നമ്മളൊരു പ്ലേ ഗ്രൗണ്ടിലൊരു വേസ്റ്റ് ബിൻ കാണും, കളിക്കേണ്ട സ്പീഡിന് ഫുഡ് കൊണ്ട് അവിടെ ഡംപ് ചെയ്തിട്ട്, കാരണം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ടിഫിൻ ബോക്സ് ക്ലീൻ ആയിരിക്കണം. ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ അമ്മയ്ക്ക് എപ്പോഴും അപ്പവും മുട്ടക്കറിയൊക്കെ കിട്ടും. അമ്മ വന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കഴിക്കും. അപ്പോൾ എനിക്കും ചേച്ചിക്കും ഭയങ്കര ആഗ്രഹമാണ്, മക്കൾക്ക് കൊടുക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? 3 ദിവസത്തിൽ കൂടുതൽ പട്ടിണി കിടന്നാൽ പിന്നെ 4ാമത്തെ ദിവസം ഭക്ഷണം മുന്നേ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊക്കെ പച്ച മനുഷ്യർ മാത്രമാവും. അങ്ങനെ ഒരു പ്രദേശത്തായിരുന്നു ഞാൻ 7 വർഷം വർക്ക് ചെയ്തത്. അതുകൊണ്ട് ഞാൻ അന്നേ വരെ കാണാത്ത ജീവിതങ്ങളെല്ലാം അവിടെ നിന്നാണ് കണ്ടത്. അപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ ഒരു കേസ് വന്നു. ശരിക്കും ഒരു അമ്മയായാൽ കൂടിയും എത്രയൊക്കെ ലൈഫിൽ, അതായത് മക്കളെ ചൂസ് ചെയ്യേണ്ട ആ ഒരു ടൈം വന്നാലും സ്വയമേ ചൂസ് ചെയ്യുന്ന. ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ പോക്സോ ആക്ട് വരുന്നതിന് മുമ്പാണ്. അപ്പം ഒരു ദിവസം ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന്, അത് 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 13 വയസ്സ്. അതിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ അബ്യൂസ് ചെയ്യുകയാണ്, പോക്സോ ആക്ട് വരുന്നതിന് മുമ്പ്. അപ്പോൾ പെട്ടെന്ന് അന്ന് ഞാനും എനിക്ക് ലോകം ഇങ്ങനത്തെ ലോകത്തിനെ കുറിച്ചൊന്നും ധാരണയില്ല. എൻ്റെ വിചാരം എൻ്റെ ജോലി അനുസരിച്ച് ഞാൻ പോകണം, എല്ലാ സംവിധാനങ്ങളും എൻ്റെ ഒപ്പം നിൽക്കും, ഇതൊക്കെയാണ് എൻ്റെ ധാരണ. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അച്ഛൻ്റെ കൂട്ടുകാരൻ പീഡിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ചോദിച്ചപ്പം പറഞ്ഞു, എന്നും സന്ധ്യയ്ക്ക് ഇയാൾ വീട്ടിൽ വരും, അപ്പോൾ എന്നെ അബ്യൂസ്, അവർ പറയുന്ന വാക്കുകളൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ അല്ല, അവർ പറയുന്ന പച്ചയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവിടെ തന്നെയുള്ളൊരു അധ്യാപികയും പിടിച്ചിട്ട് ഞാൻ നേരെ ആ സ്ഥലത്ത് പോയി ഇവരുടെ. അപ്പം ആ സ്ഥലമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ പീഡനങ്ങളും ഗുണ്ടായിസും റിപ്പോർട്ട് ചെയ്യപ്പെടുത്ത ആ സ്ഥലം എന്ന് പറയുന്നത് അവിടെ ഒരു ചേരി പോലെയാണ്. ഓക്കെ, ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ മാറി. ഇത് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്ന അധ്യാപിക അവരെ അടിക്കും. ഇന്നലെ എന്ന പോലെ എനിക്ക് എന്നും ഓർമ്മ. ഫസ്റ്റ് അനുഭവമാണ്. ഞങ്ങൾ അവിടെ നിന്നിട്ട്, അപ്പം അന്ന് അവിടുത്തെ DYSP ആയിരുന്ന സാറിൻ്റെ മകനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയുമ്പോൾ ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു, താൻ എന്തായി കാണിച്ചത് പെട്ടെന്ന്. അപ്പം പോലീസ് ജീപ്പ് വന്നു, ഞങ്ങൾ അതിനകത്ത് കയറി. അവർ മണിക്കൂറുകൾക്കകം ഇയാളെ പിടിച്ചു, ഈ അബ്യൂസ് ചെയ്ത ആളെ. സംഭവം എന്ന് വെച്ചാൽ ആ ആളുടെ നിന്ന് ഇവർ പൈസ വാങ്ങി. ഇവർക്ക് ഭയങ്കര പട്ടിണി പാവങ്ങളാണ്. ഈ അമ്മ പൈസ വാങ്ങി. അപ്പോൾ പൈസ തിരിച്ചു കൊടുക്കാൻ, കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്നും അത് ഒരു കേസല്ല, ഒരുപാട് കേസുകളൊക്കെ നമ്മുടെ ചുറ്റും. അതാ പറഞ്ഞത്, നമ്മൾ ഈ ഒരു മേഖല നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് ഇത് കേൾക്കുമ്പോൾ ലിറ്ററലി ഭയങ്കര ആൻഷ്യസ് ആവുന്നു. അല്ലല്ല, ഇതൊക്കെ 2010 കാലത്ത് കേസ്. അല്ല, എനിക്കും ഇത് ഞാൻ മോളിപ്പോൾ ഇരുന്ന് അതുകൊണ്ടാണല്ലോ ഇറങ്ങി അവരുടെ അടുത്ത് അങ്ങ് നേരെ പോയത്. പക്ഷേ ഈ കേസ് എന്നിട്ട് അന്ന് ഞാൻ ഇത് റിപ്പോർട്ട് എടുക്കാൻ ഒക്കെ ഞാനാ കൂടെ ചെന്നത്. അന്ന് പോക്സോ ആക്ട് വരാത്തത് കൊണ്ട് തന്നെ നമുക്കിത് എഴുതി തള്ളാം, എന്തും ചെയ്യാം. ഇപ്പം എത്രയോ കൗൺസിലർമാരുടെ ഇതൊന്നും അല്ല, ഇപ്പോഴത്തെ എത്രയോ കൗൺസിലർമാർ ഇതിലും ഭീകരമായ കേസുകൾ എടുക്കുന്നുണ്ട്. അപ്പം അന്നേരം ഈ കുട്ടി ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെന്തോന്ന് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അമ്മ അടുക്കളയിൽ പോവും ഇയാൾ വരുമ്പോൾ. ചേച്ചി ഹാർട്ട് പേഷ്യൻ്റ്. അപ്പോൾ ചേച്ചി അപ്പുറത്തെ വീട്ടിൽ സിനിമ കാണാൻ പോവും. അച്ഛനും കുടിക്കാൻ എന്തെങ്കിലും ഇയാൾ പൈസ കൊടുത്തു വിടും. 13 വയസ്സേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞുകൊണ്ട്, കാരണം ഇയാൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട്. പക്ഷേ അത് കോടതി വിളിച്ചപ്പോഴത്തേക്കും ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. അതിന് 18 വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു. ഇത് നല്ല കൊച്ചായിരുന്നപ്പോൾ നടന്നതാ. കോടതി കേസ് വിളിച്ച് കാലതാമസം.
അപ്പം അതിന് തലേദിവസം ഈ കുട്ടി എന്നെ വിളിച്ചിട്ട് അപ്പം ഞാനാണ് സാക്ഷിയും ഞാനാണ് പരാതിക്കാരിയും. അപ്പം ഇത് ആ സമയം പോക്സോ ഒക്കെ ഉണ്ടോ? നിലവിൽ വന്നു പോക്സോ? അന്നില്ല, അന്ന് പോക്സോ ഒന്നും ഇല്ല. 18 വയസ്സ് കഴിഞ്ഞപ്പോ അപ്പോഴത്തേക്ക് പോക്സോ ഒക്കെ വന്നു. അപ്പം പക്ഷെ അത് അന്നെടുത്ത കേസാണല്ലോ, അന്നെടുത്ത കേസാണ്. അപ്പോഴത്തേക്ക് ഇതിന് കോടതി വരാനായിട്ട് ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ടീച്ചറെ ഇത് മാറ്റി പറയണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സാക്ഷി പറഞ്ഞത്, ഞാൻ പറഞ്ഞ മാറ്റി എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആ കേസ് അത് എന്തായി എന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ടില്ല, പോയില്ല, കോടതി പോയില്ല. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ മീഡിയയ്ക്ക് വരുന്നതിന് മുമ്പ് നമ്മളായിരിക്കും പലപ്പോഴും ആദ്യം ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതല്ലേ. പോക്സോ ആക്ട് വരുന്നതിന് ഒത്തിരി മുമ്പല്ലേ. ഇപ്പോഴത്തെ കൗൺസിലേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ വളരെയധികം അവരൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അവരുടെ വാക്കിന് അത്രമാത്രം ലീഗലി വാലിഡിറ്റി വാലിഡാണ്. അവർ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികളെ. ഞങ്ങളൊക്കെ പോക്സോ ആക്ട് വരുന്നതിന് മുമ്പ് ഈ ഒന്നും ഇങ്ങനെയൊക്കെ പറ്റും, നമുക്ക് അപകടം പറ്റും, നമ്മൾക്ക് പിന്നെ ഈ പറയുന്ന ഗുണ്ടകളെന്നൊക്കെ പറയുന്നത് നമ്മുടെ ശത്രുവാവില്ല. ഇതൊന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ ചാടുന്നത്, നമ്മൾ ആ ഒരു ജോലിയുടെ പുറകെ അങ്ങ് പോവുക. അപ്പം അതുപോലെ തന്നെ ഒരു ദിവസം ഒരു കുട്ടി വന്നിട്ട് പറയുന്നു അത് പ്രായപൂർത്തിയായ അന്ന് തൊട്ട് അതിൻ്റെ അച്ഛൻ അതിനെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ഞാൻ ഉൾപ്പെടെ 3-4 കുട്ടികളുണ്ട് ഈ വീട്ടിൽ, പട്ടിണിയാണ്, അയാൾ വേറെ പോയാൽ അങ്ങേരിട്ട വിത്തല്ലേ അങ്ങേരെ അനുഭവിച്ചോട്ടെ. പക്ഷെ ഇതെല്ലാം മോളെ ഇതൊക്കെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അന്ന് അതൊരു ഞങ്ങളെപ്പോലുള്ള അന്നത്തെ തുടക്കത്തിലുള്ള ഇങ്ങനത്തെ പ്രോജക്റ്റിലൊക്കെ നിന്ന കൗൺസിലേഴ്സിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പക്ഷേ ഒരു സപ്പോർട്ടുണ്ട്, ലോ ഉണ്ട്. പോക്സോ ആക്ട് എന്ന് പറയുന്നൊരു ലോ ഉണ്ട്. ഓക്കെ മാം, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന അറിയാം. പക്ഷേ കുട്ടികളിൽ എപ്പോഴെങ്കിലുമൊക്കെ മാം, ഇപ്പോഴത്തെ ജനറേഷൻ വളരെയധികം ഫാസ്റ്റാണ്, അവർക്ക് കുറച്ചുകൂടെ റെക്കഗ്നൈസ് ചെയ്യാൻ അവരുടെ ഓറിയൻറ്റേഷൻ എന്താണ്, ആരോടാണ് താല്പര്യം, സ്നേഹം എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ മാനസികാവസ്ഥ, കാരണം എത്രയൊക്കെ അക്സെപ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും സൊസൈറ്റിയിൽ സ്റ്റിൽ ആ സ്റ്റിഗ്മയുണ്ട്. വീട്ടുകാർ ഇറക്കി വിടും, സെയിം ഓറിയൻറ്റേഷൻ ആണെങ്കിൽ നാട്ടുകാർ ഫ്രണ്ട്സ് പുച്ഛിക്കും, ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ സമൂഹത്തിന്. അങ്ങനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കും. ആ കുട്ടി, അങ്ങനെയുള്ള കുട്ടികൾ തിരിച്ചറിഞ്ഞ് മാമിനോട് വന്ന് പറഞ്ഞ് ഹെൽപ്പ് സീക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു കേസ് എപ്പോഴും ഞാൻ ഓർക്കും, ഞാൻ അവനെ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നൊരു മുഖമാണ്. എപ്പോഴും ഞാൻ അവനെക്കുറിച്ച് ഓർക്കും. കാരണം അവൻ എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു. അതിനുശേഷം അവൻ്റെ അമ്മ എന്നെ വിളിച്ചു. അവൻ ഭയങ്കര മിടുക്കനായ കുട്ടിയാണ്, വളരെ സമർത്ഥനാണ്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളോട് അവൻ സംസാരിക്കുന്നത് ഞാൻ ചാറ്റിൽ കണ്ടു, നിങ്ങളൊരു കാര്യം പറയുക അവനോട്, ഒന്നുകിൽ അവൻ ഒരാണായിട്ട് നിന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് ചേരുന്ന രീതിയിൽ ജീവിക്കുക, അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യണം. ഇങ്ങനെ പറഞ്ഞു, ഇത് നിങ്ങൾ പറയണം, കാരണം നിങ്ങളാണ് അവന് സപ്പോർട്ട് കൊടുക്കുന്നത്. റെസ്പോണ്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അവരെന്നെ രാവിലെ ആയപ്പം വിളിച്ചു. ഞാൻ അന്നേരം കൊല്ലം ട്രിവാൻഡ്രം ഫ്രീലാൻസ് ചെയ്യുന്ന ഞാൻ ആർട്സ് കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ മോൻ എവിടെ പോയി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. നിങ്ങളോട് പറയാതെ എൻ്റെ മോൻ എവിടെ പോയി? ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല എവിടെയാന്ന്. അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് വീണ്ടും പറയാം, അവൻ എവിടെയെങ്കിലും പോയി ചത്തെങ്കിൽ അത്രയും നോക്കാൻ, പക്ഷേ ഇവിടെ ജീവിക്കുന്നെങ്കിൽ ഞാൻ അവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും, അവരങ്ങനെ പറഞ്ഞു, എല്ലാ കള്ളത്തരങ്ങളും പഠിച്ചു. അപ്പം ഞാൻ അവരുടെ അടുത്ത് അതിന് മുമ്പത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല. കാരണം അവരൊരു അധ്യാപികയാണ്. ചില നേരം നമുക്ക് അറിവ് ഒരു ഭാരമാണ്, അഭ്യസ്ത വിദ്യരായ വിവരദോഷികളെന്ന് പറയില്ലേ, അതുകൊണ്ടാണ്. പക്ഷേ അവരുടെ പാരൻ്റ് എന്ന നിലയിൽ നമുക്ക് നോക്കുമ്പോൾ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. പഠിച്ചു വളർന്ന രീതി അതാണ്. പക്ഷെ എനിക്ക് വിഷമം തോന്നി, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ഇസ് ഓൾ റൈറ്റ്. എല്ലാവരുടെ മനസ്സിലും ജനിച്ചു വളർന്ന കാര്യങ്ങൾ അൺലേൺ ചെയ്യാനുണ്ട്. പോയി മരിക്കാനൊക്കെ എങ്ങനെ അത് പറയുന്നത്? അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, എത്രയോ മക്കളെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഇഷ്ടമല്ലാത്ത വിവാഹം കഴിച്ചിട്ട് കൊന്നു കളയുന്ന അച്ഛനമ്മമാരില്ലേ. അപ്പം അവർക്ക് അവരുടെ കുടുംബത്തിന് വലിയ കുടുംബമാണ്, അവർ അറിയപ്പെടുന്ന ഒരു അധ്യാപികയാണ്, ഹസ്ബൻഡ് അതാണ്. അപ്പം ഇവൻ മിടുക്കനൊരു മോനാണ്. പക്ഷെ അതിനുശേഷം അവൻ വീട്ടിലെത്തിയെന്ന് അറിഞ്ഞു. പിന്നെ എന്നെ അവൻ കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല, ഞാനും അവനെ വിളിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ട് എപ്പോഴൊക്കെയോ ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, എനിക്ക് അവനോട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കായിരുന്നു. കാരണം അവരെന്നെ വല്ലാണ്ടങ്ങ് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അല്ല, ഈ അമ്മേ ഒരുപാടങ്ങ് വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്, കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ കൗൺസിലിംഗ് ആണ്,
നമുക്ക് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് അവിടെ, ഒരുപാട് Parent ലിമിറ്റേഷൻസ് പറഞ്ഞാൽ ഉണ്ട്. നമുക്ക് പാരന്റ് അവിടെ പോയി പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൗൺസിലിങ്ങിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അന്ന് എനിക്കതിന് പിന്നെ അവനെ ഫോളോ അപ്പ് ചെയ്യാൻ, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഭയങ്കര മിടുക്കനാണ്. അവൻ എന്തായാലും ഒരു ഉയർന്ന സ്ഥാനത്ത് എത്തിയിട്ടുണ്ടാവും. ഓറിയന്റേഷനും പുറത്ത് പറയാൻ തക്കവണ്ണമുള്ള ഒരു കോൺഫിഡൻസ് ആൾക്ക് കിട്ടിക്കാണണം അതെ. എന്ന് വിശ്വസിക്കുന്നു. മാം, ഈ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്സ് എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളതാണ്. അതിലൂടെ ഞാൻ ഒരുപാട് കേസസ് കാണുന്നുണ്ട്, നന്നായിട്ട് ജീവിക്കുന്നു എന്നുള്ളത്. പക്ഷെ കുറേ അധികം കല്യാണം കഴിഞ്ഞിട്ട് ആള് ഫ്രോഡായിരുന്നു എന്ന് പറഞ്ഞിട്ട് റീസെന്റ് ഒക്കെ ഒരു കേസ് അറിഞ്ഞിരുന്നു. ഇൻസ്റ്റഗ്രാം പെട്ടെന്ന് വൈറലായ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. അപ്പം ഇത് എത്രത്തോളം ഈ ഡേറ്റിംഗ് ആപ്സ് നല്ലതാണ്? വെറുതെ യൂസ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന ഒരു മെജോറിറ്റി ആൾക്കാർ ഇതിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. നമുക്ക് ഒന്നിനെയും സത്യം പറഞ്ഞാൽ പകുതി വിവരമേ ഉള്ളൂ. അതാണ് പ്രശ്നം. ഇപ്പോൾ കുട്ടികളാണെങ്കിലും അവർ പെൺകുട്ടികളടുത്ത് ഈ നമ്മൾ ക്ലാസ് കൊടുക്കുമ്പോൾ ഒക്കെ, ഞാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികളുടെ അടുത്ത് എപ്പോഴും പറയാണ്ട്, അവരെപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, ആണുങ്ങൾക്കില്ലാത്ത എന്ത് കന്യകാത്വം, എന്ത് പാതിവൃത്തിയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ പിന്നെ അവരെ നമ്മൾ മോറൽ സെൻസ് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് പറയാം, നമ്മളൊരു സ്ട്രേഞ്ചറുമായിട്ട് ആപ്പിലൂടെ പരിചയപ്പെടുന്നു, അടുത്ത ദിവസം നമ്മൾ സെക്സ് നോട്ട് കിടക്കുന്നു. പിന്നെ അപ്പം ഗൈനക്കോളജിസ്റ്റുകളുടെ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യേണ്ടത് മസ്റ്റാണെന്ന് ഇവിടെ ഞാൻ പറയും. കാരണം ആളാരാന്നറിയാത്ത പ്രഗ്നൻസി ഉണ്ട്. എത്ര ഈ റീസെൻ്റ്ലിയൊക്കെ എടുത്ത് നോക്കിയാൽ എത്ര കുഞ്ഞുങ്ങളെ കൊന്ന് മേളിൽ നിന്ന് വലിച്ചെറിയുന്നു, അവിടെ ഇടുന്നു. കാരണം ഇവർക്കൊന്നും തന്നെ ഒരു ഡ്രഗ്സും ഇതൊക്കെ കണക്റ്റഡാണ്. അത് വേറൊരു വിഷയമാണ്, നമുക്കതിലോട്ട് കണക്കണ്ട. അപ്പം ഇവർക്ക് തന്നെ അറിയില്ല ആരാണ് എന്നത്. അപ്പം അവർക്ക് ആകെ പറ്റുന്നൊരു കാര്യം, ഈ പ്രിക്വേഷൻ എടുക്കാനും അവർക്ക് ബോധം വേണ്ടേ. ആ സമയത്ത് ഒരു കാമുകിയും കാമുകനും തമ്മിലുള്ള ബന്ധത്തിലൊക്കെ പിന്നെയും ഒരു പ്രിക്വേഷനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കൂ. ഡേറ്റിംഗ് ആപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് കാണുന്നു, നാളെ ഇങ്ങനെ പോകുന്നു. അവയറല്ല ഈ ഇങ്ങനെ ഒരു പിന്നെ നമ്മളിപ്പം ഈ ഇതിലൂടെ വരുന്ന അസുഖങ്ങളെ കുറിച്ച് അവർ അവയറല്ല. ഇപ്പം അബോഷൻ അത് എന്തെങ്കിലും വന്ന് അബോട്ട് ചെയ്താൽ പോരെ നിൽക്കും. പക്ഷെ നിരന്തരമായിട്ടുള്ള ഒരു അബോഷൻ, ചെറിയ കുട്ടികൾ അബോഷൻ നിരന്തരമാകുമ്പോൾ അവർക്ക് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം നമ്മളിതൊക്കെ ഓപ്പണായിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോഴേ ആദ്യം മുഖം ചുളിക്കുന്നത് പാരൻസും ടീച്ചേഴ്സും ഒക്കെ തന്നെ. അവർക്കിപ്പോഴും അവരുടെ വിചാരം ഇതിനെക്കുറിച്ച് സെക്സിനെ കുറിച്ചിട്ട് വേറെ രീതിയിലല്ല, അതിൻ്റെ പ്രോസസ്സല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് നമുക്കിതിൽ വരുന്ന സേഫ് ആയിട്ടുള്ള റിലേഷൻ, എന്താ ഹെൽത്തി റിലേഷൻ, എന്താ അറിഞ്ഞാലല്ലേ കുട്ടികൾക്ക് ബൗണ്ടറി ഇടാൻ പറ്റത്തുള്ളൂ. അതെന്തിനാ സ്റ്റിഗ്മ ഇപ്പോഴും. പിന്നെ പൈസ ഉണ്ടാക്കാനായിട്ട് പോകുന്നവരുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടാത്തൊരു ഇഷ്യൂ ആണ്, പക്ഷേ മേജർ ഒരു ഇഷ്യൂ ആണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അത് ഇപ്പം ഒരു ജില്ല അല്ല, ഞങ്ങൾ 25-26 വർഷമാവുന്ന ഞാൻ ഈ ഫീൽഡിൽ, കേരളം മൊത്തത്തിലെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അവനവൻ ബോധവൽക്കരണം നമ്മുടെ കുട്ടിക്ക് കൊടുക്കാന്നല്ലാണ്ട് പുറത്തുനിന്ന് നമുക്ക് ഒരാളെയും സഹായിക്കാൻ പറ്റത്തില്ല. ഈ ആപ്പുകളും ഇതും കൂടെ കമ്പൈൻഡ് ആകുമ്പോൾ നമുക്ക് പലതിനും ഉത്തരം കിട്ടിയില്ലേ. ഓക്കെ, നമ്മളെല്ലാം പാരൻസ് പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ നമ്മുടെ എൽഡേഴ്സ് പറഞ്ഞു കേട്ട് വളർന്നിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു ഏജ് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ഏജും നമ്മളെക്കാട്ടിൽ എത്ര മൂത്തതാണ് എന്നുള്ളതല്ല, ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന ശരികളും തെറ്റുകളും എപ്പോഴും യഥാർത്ഥത്തിൽ ശരികളായിരിക്കണം എന്നില്ല എന്നുള്ളതാണ്. അപ്പം പക്ഷേ ടീച്ചേഴ്സ് ആവട്ടെ പാരൻസ് ആവട്ടെ തിരിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെയല്ലേ, ഒന്ന് മാറ്റി ചിന്തിച്ചുകൂടെ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോസസ്സ് അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിവേഴ്സ് പാരന്റിങ് എത്രത്തോളം നമ്മുടെ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്? റിവേഴ്സ് പാരന്റിങ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളുടെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം, അതൊന്ന് സറണ്ടർ ചെയ്യണം. കാരണം ടീച്ചേഴ്സിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ 99% നല്ല ടീച്ചേഴ്സ് തന്നെയാണ്. അല്ല ചിലർ കുട്ടികൾ അവരെ തിരുത്തിക്കും. മാം ഇങ്ങനെയല്ല, മാം ചെയ്ത് തെറ്റാണ്. ഇപ്പം ചിലപ്പം ഒരു ക്ലാസ്സിൽ നിന്നിട്ട് അവൻ്റെ ഒരു ഫ്രണ്ടിനെ ആയിരിക്കും ചിലപ്പോൾ ഈ ഇരട്ടപ്പേരിട്ട് വിളിക്കാന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ചെയ്തപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റെന്ന് പറഞ്ഞു, ടീച്ചർ ചെയ്തത് ശരിയല്ല, തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ ഒരു ഫ്ലോയിൽ അവർ സോറി പറഞ്ഞു. പക്ഷെ പിന്നീട് ഈ മറ്റേ കുട്ടിയെടുത്ത് അവർ പാച്ചപ്പായി, ഈ കുട്ടിയെ അവർക്ക് ഭയങ്കര ദേഷ്യമായി, മുഖത്ത് നോക്കത്തില്ല. അപ്പം ഇതിന് ഭയങ്കര സങ്കടമായി. ഇതിന് നല്ല മാർക്ക് കിട്ടി, ഇതിന് അവരോട് പറയണം. അവിടെ പറയാൻ ചെന്നിട്ട് പോലും അവരതിൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ഒരിക്കലും ഒരു അധ്യാപികയ്ക്ക് ചേർന്നതല്ല. അതേപോലെ തന്നെ പാരൻസിന് ഒരുപാട്
ഒരുപാട് ഇപ്പം എൻ്റെ മോൾക്ക് 23 വയസ്സാണ്. അവളാണ് പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരും. തെറ്റാണ് അമ്മ ചെയ്തത്, ശരിയല്ല, തെറ്റാണ്. അത് നമുക്ക് ആലോചിച്ച് തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം. നമുക്ക് തിരുത്താനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ സമാധാനമുണ്ട്, അല്ലേ? എല്ലാ മനുഷ്യരിലും ഈഗോ ഒക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്നങ്ങ് ഈ ഒരു പ്രായം കൂടുന്നതിനനുസരിച്ച്, പക്ഷേ തിരുത്തിയാൽ ആ ബന്ധം നന്നായിട്ട് പോവുകയാണെങ്കിൽ ആ കുട്ടിക്കും അവിടെ ഒരു എന്താ പറയുക ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. നേരെ മറിച്ച് നമ്മളുടെ ഇതിൽ പിടിച്ചിങ്ങനെ നിൽക്കുവാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞിട്ട് ഇമോഷൻസ് ഒക്കെ ഭയങ്കര ഇതായി, ബോഡി സ്റ്റിഫായി അവരിലും. അപ്പം നമ്മൾ അച്ഛനാകട്ടെ അമ്മയാകട്ടെ അധ്യാപകരാകട്ടെ കുഞ്ഞുങ്ങളാണെങ്കിലും അവർ പറയുന്ന നല്ല പോയിന്റ് ആണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാം. ദിസ് വാസ് എ വെരി ഇൻസൈറ്റ്ഫുൾ ടോക്ക്. എന്താ പറയുക, ബോഡി ഷേമിങ് എത്രത്തോളം കുട്ടികളെ നമ്മളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്, ഞാനും അനുഭവിച്ചിട്ടുള്ള ഒരു സൈഡാണ്. ഓരോ കഥകളും ഓരോ കാര്യങ്ങളും മാം പറയുന്നത് ഒത്തിരി ചിന്തിപ്പിച്ചു, വിഷമിപ്പിച്ചു, അതിനോടൊപ്പം തന്നെ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. സോ ഐ റിയലി വാണ്ട് ടു താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. ഇത്രയും ഇൻസൈറ്റ് തന്നതിന് ഒരുപാട് താങ്ക്സ്. ഇനി ഇതുപോലുള്ള ഒരുപാട് നല്ല ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് വീണ്ടും വരുന്നവരെ